വീണ്ടും ഇറാൻ അമേരിക്ക യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകൾ വരികയാണ്. അതിരൂക്ഷമായ ആക്രമണമാണ് അമേരിക്ക ഇപ്പോൾ ഈ വാർത്ത വായിക്കുന്ന സമയത്ത് പോലും ഇറാനിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പകരമായി ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അമേരിക്ക കാത്തിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് അവസാനിക്കുവാനും ഇറാൻ കാത്തിരിക്കുന്നത് ജൂലൈ 23 നടക്കുന്ന ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും അവസാനിക്കാനുമാണ് എന്നാണ് ഇപ്പോൾ ഇരു രാഷ്ട്രങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഒരു പക്ഷേ ഇതിനു ശേഷമായിരിക്കും ഒരു സമ്പൂർണമായ പൂർണ്ണമായ ഗൗരവമായ ഗുരുതരമായ ഒരു യുദ്ധം എന്ന ഘട്ടത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുക. 18-ാം തീയതി വേൾഡ് കപ്പ് അവസാനിക്കുന്നതോടെ ശക്തമായ സൈനിക നീക്കങ്ങൾ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇസ്രയേലിൽ ലാൻഡ് ചെയ്തിരുന്ന പല അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ഇറാൻ ആക്രമണം ഭയന്നുകൊണ്ട് ജോർദാൻ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്ന നിരീക്ഷണങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. യുദ്ധം അതിൻ്റെ പരിപൂർണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇറാൻ അന്ത്യയുദ്ധത്തിന് തയ്യാറായേക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമെന്നോണമാണ് ഇറാൻ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണം നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്നും കരാറുകളുടെ നഗ്നമായ തുടർച്ചയായ ലംഘനങ്ങളാണ് എന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. മാരിടൈം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോലും കപ്പലുകളെ കടത്തി വിടാൻ ഇറാൻ ഇപ്പോൾ വിസമ്മതിക്കുന്നു. അത്ര ഗുരുതരമായ തലത്തിലേക്ക് ഒരു ചെറു വള്ളങ്ങൾ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഇറാൻ അവിടെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന വാർത്തകൾ വരികയാണ്. ഞായറാഴ്ച ഔദ്യോഗിക ടെലിവിഷനിലൂടെ സംസാരിച്ച് ഇറാനിയൻ ആർമി വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമിനിയ പറഞ്ഞത്, അന്താരാഷ്ട്ര കരാറുകൾ പാലിക്കുന്നതിൽ തങ്ങളുടെ ദീർഘകാല പരാജയത്തിൻ്റെ ചരിത്രം അമേരിക്ക ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുണ്ട്. 2015 ആണവ കരാറിൽ നിന്നുള്ള വാഷിംഗ്ടണിൻ്റെ പിന്മാറ്റത്തോടും സമീപകാലത്തെ വെടിനിർത്തൽ വ്യവസ്ഥകളുടെ ലംഘനങ്ങളോടുമാണ് അദ്ദേഹം നിലവിൽ ഈ തർക്കങ്ങളെല്ലാം ഉപമിച്ചിരിക്കുന്നത്. ഇസ്ലാമാബാദിലെ ധാരണ പ്രകാരം ഹോർമുസ് കടലിടുക്കിലെ യാത്രാ നാവിക ക്രമീകരണങ്ങൾ സംഘടിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇറാനിൽ നിക്ഷിപ്തമായിരുന്നു എന്നും സുരക്ഷിതമായ സമുദ്രപാത ഉറപ്പാക്കാൻ അത് ഇറാനിയൻ സായുധ സേനയെ ചുമതലപ്പെടുത്തുന്നുണ്ട് എന്നും അക്രമിനിയ വ്യക്തമാക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനും കരാർ വ്യവസ്ഥകൾ പാലിക്കാനും നടപ്പിലാക്കാനും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സായുധ സേന ഇപ്പോഴും ബാധ്യസ്ഥമാണ്. ഈ ധാരണാപത്രത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച അവകാശങ്ങൾ ഇറാൻ ശക്തമായി സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കരാർ ലംഘിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്കിന് തെക്ക് ഭാഗത്തായി അനധികൃതമായ ഒരു സമുദ്ര ഇടനാഴി സ്ഥാപിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായും അദ്ദേഹത്തിന് ആരോപണമുണ്ട്. ഇത്തരം നടപടികൾ പ്രാദേശിക സ്ഥിരത തകർക്കുന്നതാണ് എന്നും പേർഷ്യൻ ഗൾഫ് തീരത്തെ രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഭീഷണിയാകുന്നതായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ഇറാനെതിരായ അമേരിക്ക ഇസ്രയേൽ സൈനിക നീക്കത്തിന് ശേഷം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ മേൽനോട്ടം ശക്തമാക്കിയതായും അക്രമിനിയ വ്യക്തമാക്കി. തന്ത്രപ്രധാനമായ ഈ ചാനലിലൂടെയുള്ള ഗതാഗതം സംരക്ഷിക്കുന്നത് യുദ്ധാനന്തര പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ് എന്നും ടെഹ്റാൻ പറയുന്നുണ്ട്. സൈന്യത്തിൻ്റെ ടാർഗറ്റ് ബാങ്ക് പുതുക്കിയിട്ടുണ്ട് എന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ് എന്നും വ്യക്തമാക്കിയ വക്താവ്, വെടിനിർത്തൽ കാലയളവ് സൈന്യം തങ്ങളുടെ പ്രവർത്തന കൂർമ്മത വർദ്ധിപ്പിക്കാനാണ് ഈ വെടിനിർത്തൽ കാലയളവ് ഉപയോഗിച്ചത് എന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആയുധങ്ങളെല്ലാം മൂർച്ച കൂട്ടി തങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും ഏത് യുദ്ധത്തെ നേരിടാനും അത് എത്ര ദിവസവും വർഷവും നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനും തങ്ങൾ തയ്യാറാണ് എന്ന സൂചനയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. മുൻപ് ഇറാനിയൻ ദ്വീപുകൾ, തീരദേശ സൗകര്യങ്ങൾ, സൈനിക താവളങ്ങൾ എന്നിവയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്കെല്ലാം ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നത് നിങ്ങൾ മറക്കരുത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മേഖലയിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നതിനെതിരെ അമേരിക്കക്ക് അദ്ദേഹം ശക്തമായ ഭാഷയിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അമേരിക്കയുടെ സൈനിക ഇടപെടലുകൾ അവസാനിക്കുന്നത് വരെയും അടുത്ത അറിയിപ്പുണ്ടാകുന്നത് വരെയും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ ഗതാഗതവും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്പിൻ്റെ IRGCയുടെ നാവികസേന പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക പ്രസ്താവനകളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇറാനിയൻ അധികാരികൾ അംഗീകരിക്കാത്ത പാതയിലൂടെയുള്ള നിരവധി കപ്പലുകൾ കടന്നുപോകാൻ ശ്രമിച്ചതിനെ തുടർന്ന്
ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പലതും അവഗണിക്കപ്പെട്ടതായി IRGC പ്രഖ്യാപിക്കുന്നു. ട്രാക്കിംഗ് സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കിക്കൊണ്ട് മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്തുകൊണ്ടുള്ള കപ്പലുകൾ മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തു. അതിൽ ഒരു കപ്പൽ ആക്രമിക്കുകയും അവർക്ക് ആ കപ്പലിന് നേരെ വെടി വെക്കുകയും ചെയ്തു എന്ന് IRGC തന്നെ സമ്മതിക്കുന്നുണ്ട്. നാവിക ഗതാഗത മാനേജ്മെന്റിലുള്ള വിദേശ ഇടപെടലുകൾക്ക് നേരിട്ടുള്ള മറുപടിയാണ് ഗതാഗതം നിർത്തിവെച്ചത് എന്നും IRGC വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇനി എന്തെങ്കിലും സൈനിക നീക്കമുണ്ടായാൽ മേഖലയിലെ മറ്റ് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും വിപുലമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മറുപടി നൽകുന്നുണ്ട്. തീരദേശ സൈനിക താവളങ്ങൾക്ക് നേരെ US നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇതെന്ന് ഓർക്കണം. നാവിക ചട്ടങ്ങൾ ലംഘിച്ച രണ്ടാമതൊരു കപ്പൽ കൂടി തടഞ്ഞു വെച്ചതായും ഞായറാഴ്ച വൈകി പുറത്തിറക്കിയ മറ്റൊരു പ്രസ്താവനയിലും IRGC പറയുന്നുണ്ട്. അതേസമയം ഖത്തറിലെ US-ന്റെ അൽ ഉദൈദ് എയർബേസിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെയും വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെന്നും ഗാർഡ്സ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. US-ഇസ്രയേൽ സൈനിക നടപടികൾ തുടർന്നാൽ ഇതിലും ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും ഇവർ ആവർത്തിക്കുകയാണ്. മേഖലയിലെ US സൈന്യത്തിന്റെ നിയമവിരുദ്ധ നീക്കങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഹോർമസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ ഗതാഗതവും അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായും ഇറാന്റെ പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അഫയേഴ്സ് അതോറിറ്റിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മേഖലയിൽ സ്ഥിരത കൈവന്നതിന് ശേഷം മാത്രമേ യാത്രാ അപേക്ഷകൾ ഇനി പരിശോധിക്കുകയുള്ളൂ എന്നും യാത്രാ പെർമിറ്റുകൾ ഔദ്യോഗിക ഇറാനിയൻ മാരിടൈം അഡ്മിനിസ്ട്രേഷൻ വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അതോറിറ്റി ഷിപ്പിംഗ് കമ്പനികൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. US-ഉം ഇസ്രയേലുമായി ഉണ്ടായ സമീപകാല യുദ്ധത്തിന് ശേഷം നടപ്പിലാക്കിയ വിപുലമായ സുരക്ഷാ ചട്ടങ്ങളുടെ ഭാഗമാണ് ഈ കർശന നിയന്ത്രണങ്ങളെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഈ സംഘർഷം പേർഷ്യൻ ഗൾഫിലെ സുരക്ഷാ അന്തരീക്ഷത്തെ പൂർണ്ണമായി മാറ്റിയെന്നും തന്ത്രപ്രധാന ജലപാതയിലൂടെയുള്ള സുരക്ഷിത യാത്രക്ക് നാവിക ഗതാഗതത്തിൽ ശക്തമായ മേൽനോട്ടം അത്യാവശ്യമാണ് എന്നും ഇറാൻ മുന്നോട്ട് വെക്കുകയാണ്. ഹോർമസ് കടലിടുക്കിലൂടെ ദീർഘകാല ഗതാഗത ക്രമീകരണങ്ങൾക്കായി ടെഹ്റാനും മസ്കറ്റും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് പുതിയ സൈനിക ഇടപെടൽ. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ഖുസൈദിയും മസ്കറ്റിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത ഗതാഗതത്തിനായി സംയുക്ത ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് രാഷ്ട്രീയ നിയമ സാങ്കേതിക കൂടിയാലോചനകൾ തുടരാൻ തീരുമാനിച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായിയും വ്യക്തമാക്കിയിട്ടുണ്ട്.